നമസ്കാരം. ഏത് കാലാവസ്ഥയിലും സുരക്ഷിതമായി വിമാനമിറക്കാൻ കഴിയുന്ന തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പോൾ ഭീഷണിയുടെ വക്കിലാണ് എന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു. വിമാനത്താവളത്തിൽ അപകട ഭീഷണിയായി മാറുന്നത് അവിടുത്തെ പക്ഷിശല്യമാണ്. ഈ വർഷം ഇതുവരെ 10 തവണയാണ് ലാൻഡിംഗ് സമയത്ത് പക്ഷി ഇടിച്ചത് കാരണം വിമാനത്തിന് തകരാറുണ്ടായത്. ഇതിൽ ഒരു തവണ തകരാർ കാരണം വിമാന സർവീസ് റദ്ദാക്കി. പകരം വിമാനം ഏർപ്പെടുത്തി സർവീസ് നടത്തേണ്ടി വന്നു. ഇതിനു പുറമെ 15ഓളം തവണ പക്ഷി ഇടിച്ചെന്ന് വിമാന അധികൃതർ റിപ്പോർട്ട് ചെയ്തെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ സഹായത്തോടെ പക്ഷിശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അപകട സാധ്യത ഒഴിവായിട്ടില്ല. അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പക്ഷികളെ തുരത്താൻ പടക്കം ഉപയോഗിക്കാനാണ് തീരുമാനം. രാജ്യാന്തര വിമാനത്താവളത്തിൽ ഒരു ദിവസം പക്ഷികളെ ഓടിക്കാനുള്ള ചെലവ് 3,24,000 രൂപയാണ്. ഈ ഇനത്തിൽ പ്രതിവർഷം വേണ്ടിവരുന്നത് ഏകദേശം 12 കോടി രൂപ. ഇതിൽ പടക്കത്തിന് മാത്രം പ്രതിദിനം 3 ലക്ഷം രൂപയാണ് ചെലവാക്കുന്നത്. വിമാനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 12 ഇടങ്ങളിൽ നിന്നാണ് പടക്കം പൊട്ടിക്കുന്നത്. ഓരോ ഷിഫ്റ്റിലും 200 ഗുണ്ടുകളും 50 റോക്കറ്റുകളുമാണ് പൊട്ടിക്കുന്നത്. രാവിലെയും വൈകിട്ടുമായി 2 ഷിഫ്റ്റുകളാണുള്ളത്. ഗുണ്ടുകളും റോക്കറ്റുകളും എന്നിവയ്ക്ക് പുറമെ പക്ഷിക്കൂട്ടങ്ങളെ തുരത്താനായി മുകളിലെത്തി 3ആയി പൊട്ടുന്ന സ്കൈ ഷോട്ടും ആവശ്യാനുസരണം ഉപയോഗിക്കുന്നു. വിമാനത്തിന്റെ ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും മുൻപായി 12 പോസ്റ്റുകളിലുള്ളവർ പക്ഷികളുണ്ടോ എന്ന് പരിശോധിച്ച് അവയെ തുരത്തും. 2 ഷിഫ്റ്റുകളിലായി 30 പേരാണ് ജോലിക്കുള്ളത്. പ്രതിമാസം 24,000 രൂപയാണ് ഇവരുടെ വേതനം. 30 പേർക്ക് ശമ്പള ഇനത്തിൽ പ്രതിമാസം 7,20,000 രൂപ നൽകണം. ഇതിനു പുറമെ വിമാനത്താവളത്തിന് സമീപത്തുള്ള വീടുകളിൽ 15 പ്രാവുകളെയും പക്ഷികളെയും വളർത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷികളെ ആകർഷിക്കുന്ന പ്രാണികൾ ഉണ്ടാക്കാത്ത തരം പുല്ലുകളെയാണ് റൺവേക്ക് സമീപം നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. പ്രാവുകൾ കൂട്ടമായി റൺവേക്ക് സമീപം പറന്നിറങ്ങാതിരിക്കാൻ 50 സെന്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന പ്രത്യേക ഇനം പുല്ലുകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പ്രാവുകൾ കൂട്ടമായാണ് തീറ്റയെടുക്കുക. നിശ്ചിത ഉയരത്തിൽ പുല്ല് വളർത്തിയാൽ പ്രാവുകൾക്ക് പരസ്പരം കാണാൻ കഴിയാതെ വരുന്നതോടെ തീറ്റയെടുക്കാൻ എത്തില്ലെന്നാണ് വിലയിരുത്തൽ. പൊന്നറപ്പാലത്തിന്റെ ഇരുവശത്തും മാലിന്യം വലിച്ചെറിയുന്നത് പക്ഷികളുടെ സാന്നിധ്യത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും തടയാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇക്കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് പക്ഷിയിടിച്ച എയർ ഇന്ത്യ വിമാനം വിദഗ്ധ പരിശോധനയ്ക്കായി മാറ്റിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ഡൽഹിയിലേക്ക് പോകേണ്ട 183 യാത്രക്കാരെ രാവിലെയും ഉച്ചയ്ക്കുമുള്ള 2 വിമാനങ്ങളിലായി ഡൽഹിയിലേക്ക് അയച്ചു. ഞായറാഴ്ച വൈകിട്ട് 6:30 ലാൻഡ് ചെയ്ത ഡൽഹി തിരുവനന്തപുരം വിമാനത്തിലാണ് 200 അടി ഉയരത്തിൽ പക്ഷിയിടിച്ചത്. വിമാനം സുരക്ഷിതമായി പൈലറ്റ് നിലത്തിറക്കിയെങ്കിലും ഡൽഹിയിലേക്കുള്ള മടക്കയാത്ര മുടങ്ങിയിരുന്നു.